അപ്പോൾ നമ്മൾ എപ്പോഴും കണ്ണ് അടയ്ക്കാറില്ല, തുറന്നിട്ടാണ്. ഈവൻ ബ്രെയിൻ ബിൽ എപ്പോഴും ഓപ്പൺ. രാത്രി കിടക്കുമ്പോൾ നമ്മുടെ ചിന്തന മുഴുവൻ ഇപ്പോൾ ഓൺ ഷൂട്ടാണെങ്കിൽ നമുക്ക് നാളത്തെ കാര്യങ്ങൾ എങ്ങനെ പോകണം, എങ്ങനെ ചെയ്യണം, ഡേ ബൈ ഡേ നമ്മൾ അപ്പ് ചെയ്ത് കൊണ്ടുപോകണം, പുതിയ പുതിയ ഐഡിയാസുകൾ വരണം. എല്ലാം ഐഡിയാസ് ആണല്ലോ, ബ്രെയിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ സത്യത്തിൽ ഇൻട്രസ്റ്റിംഗ് ജോബാണ്. നമ്മളെപ്പോഴും താഴോട്ട് പോവില്ല, നമ്മൾ മേലോട്ട് പോയിക്കൊണ്ടേയിരിക്കുള്ളൂ. അത് നമുക്ക് സ്ക്രീനിൽ റിഫ്ലക്ട് ചെയ്യും. ഈ 20 കൊല്ലം മുന്നേ ഉണ്ടായിരുന്ന ടെക്നോളജി അല്ലല്ലോ ഇന്ന്. ഒരിക്കലും അത് അത് അതിലെങ്ങനെയാ സ്വയം അപ്ഡേറ്റഡ് ആയിട്ട് നിലനിർത്തുന്നത്? എങ്ങനെയാ? ഇൻട്രസ്റ്റിംഗ്. നമ്മൾ ഓരോരോ പാഷൻ നമുക്ക് ഓരോരോ ടെക്നോളജി വരുമ്പോൾ നമ്മളത് അപ്ഡേറ്റ് ആവണം, നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കണം. പഠിച്ചാൽ മാത്രം പോരാ, എല്ലാവരും തിങ്ക് ചെയ്യുന്നതിന് മേലെ നമ്മൾ തിങ്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ വിഷ്വൽ ട്രീറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരേ പാറ്റേൺ നമ്മൾ ചെയ്താൽ അത് യൂഷ്വലായി. നമുക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം വേണം. ഇപ്പോൾ എന്തുകൊണ്ടാണ് ജിത്തു ദാമോദരൻ ഇൻ്റർവ്യൂ ചെയ്യാൻ എടുത്തത്? സംതിങ് ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. പിന്നെ നമ്മുടെ സിനിമകൾ കാണുമ്പോൾ എന്തോ സംതിങ് വെറൈറ്റി ഉണ്ട്. ഇപ്പോൾ എന്നെ വിളിക്കുന്ന ഓരോ സിനിമയ്ക്കും ഓരോ സിനിമകൾ കണ്ടിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ഓരോ സിനിമകൾ കാണുമ്പോഴാണല്ലോ നമ്മുടെ ഒരു ആഡ്, ഇദ്ദേഹം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ നമുക്ക് വിളിക്കാം. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് മുതൽ ഇതുവരെയുള്ള സ്റ്റിൽ ഇപ്പോൾ വരെയുള്ള യാത്ര അങ്ങനെയാണ്. എൻ്റെ മനസ്സിൽ താങ്കളുടെ ഫ്രെയിമുകളിൽ എന്താ പറയാ പതിഞ്ഞു കിടക്കുന്ന ഒരു ഫ്രെയിം ഏതറിയോ? ആദം ജോണില് മലയാള സിനിമയിൽ അന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു ഫ്രെയിമാണ്. ആ ഫ്രെയിമിലെ കളറ്, ലൈറ്റ്, എല്ലാവരും വിഷ്വൽ ഇമ്പാക്റ്റ് ഉണ്ടല്ലോ. അത് എൻ്റെ കണ്ണിൽ ഇപ്പോഴും, എനിക്കിപ്പോഴും കണ്ണടയ്ക്കുമ്പം താങ്കളെ കുറിച്ച് ഓർക്കുമ്പോൾ ആ ഒരു ഫ്രെയിമാണ് വരുന്നത്. അതെങ്ങനെ ആ ഫ്രെയിമിലേക്ക് ആദം ജോണിന്റെ ക്യാമറ വർക്ക് താങ്കളിലേക്ക് എത്തിയത് മുതലുള്ള കാര്യങ്ങളൊന്നും പറയാം. ഓക്കെ, ഡെഫിനറ്റ്. ആദം ജോൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു എന്താ പറയുക, അതിനെങ്ങനെ വർണ്ണിക്കണമെന്നറിയില്ല. എനിക്ക് കിട്ടിയ ഒരു വലിയൊരു മൈലേജ് ആയിരുന്നു ആഡം ജോൺ. എന്നെ അറിയപ്പെടുന്നത് ആഡം ജോൺ DOP എന്നാണ്. ജിത്തു ദാമോദരൻ എന്ന ആൾക്കാർ മറക്കും. എവിടെ ചെന്നാലും ഇന്ന് എനിക്കൊരു സീറ്റ് ഉണ്ട്. അത് ഈ ആദം ജോൺ എന്ന സിനിമ കൊണ്ട് കിട്ടിയതാണ്. എന്ന കാര്യം എന്ന് വെച്ചാൽ അതൊരു യൂഷ്വൽ മലയാള ഫിലിം അല്ല. അത് ആക്ച്വലി നമ്മൾ വേറൊരു വ്യൂയിലൂടെ, ഹോളിവുഡ് ഫിലിം. മലയാളം പരീക്ഷിക്കാത്തൊരു, മലയാള സിനിമ പരീക്ഷിക്കാത്തൊരു മേഖലയല്ലേ? ഉറപ്പായിട്ടും. ഇതിന്റെ ഡയറക്ടർ എൻ്റെ ഫ്രണ്ടാണ്. പുള്ളിയാണ് എൻ്റെ ഇതിന് മുൻപത്തെ ഫിലിം ലണ്ടൻ ബ്രിഡ്ജിന്റെ സ്ക്രിപ്റ്റ്. പിന്നെ ഇദ്ദേഹം അത് ഡയറക്റ്റ് ചെയ്തു, ജിനു. ബ്രില്യൻറ്റ് സ്ക്രിപ്റ്റ് ആയിട്ട്. ആ സ്ക്രിപ്റ്റ് എനിക്ക് കിട്ടി. ആ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഞാൻ കുറച്ചു നേരം ഒന്ന് സൈലൻ്റ് ആയി. കാരണം ഏതൊരു ടെക്നീഷ്യനും ആഗ്രഹിക്കുന്നത് സംതിങ് ഡിഫറെൻ്റ് ആയ ഒരു സ്ക്രിപ്റ്റ് വരണം, റോക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ ടാലൻറ്റ് കാണിക്കാൻ പറ്റുന്നത്. അത് വൺസ് ഇൻ എ വൈൽ, ഒരിക്കലേ ലൈഫിൽ കിട്ടുള്ളൂ. അങ്ങനെ എനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടിയൊരു വലിയൊരു ആസറ്റാണ് ആദം ജോൺ. എനിക്കിനി ഇതിനേക്കാളും അപ്പുറത്തൊരു സിനിമ ഉണ്ടാവില്ല, ഉറപ്പാണ്. ഇതിന് പിന്നിലും ഉണ്ടാവില്ല. കാരണം വൺസ് നമുക്ക് കിട്ടില്ല അങ്ങനെ ഒരു സാധനം.